ഇന്നെന്താണ്? ഗുരുതി. യെസ്, ഇന്ന് നമ്മുടെ ഗുരുതിയാണ്. നമ്മുടെ അല്ല, നമ്മുടെ അമ്പലത്തിൽ ഗുരുതിയാണ് ഗൈസ്. അപ്പോൾ ഗുരുതിക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്താണ് ഗുരുതിയുടെ പരിപാടികളാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഗുരുതി ഡേ ആകുമ്പോൾ എന്താവുന്നൊക്കെ നമുക്ക് ഗുരുതി ഡേ. അമ്പലത്തിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നമ്മൾ. അപ്പോൾ അമ്പലത്തിൽ പോകണം. ഓക്കെ, പോയിട്ട് വരാം. ഹായ്. പ്രസാദം കിട്ടി ഗൈസ്. ഇപ്പോൾ ഇവിടെ കുറച്ച് പേരൊക്കെ വന്നു. കണ്ണേട്ടൻ്റെ അമ്മ അച്ഛനൊക്കെ വന്നു. പിന്നെ കോട്ടയത്ത് നിന്ന് അമ്മയുടെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ വന്നു. അങ്ങനെ എല്ലാവരും അടിച്ച് പൊളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കുറേ പേരൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അയ്യോ, അങ്ങനെയൊക്കെ പോണു. ഇനിയും ശരിക്കും നമ്മുടെ കുരുതി എന്ന് പറയുന്നത് രാത്രിയിലാണ്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയിട്ടായിരിക്കും മിക്കവരും ലൈക്ക് കസിൻസൊക്കെ വരിക. അപ്പോൾ അങ്ങനെ കസിൻസൊക്കെ അപ്പോഴായിരിക്കും വരിക വൈകുന്നേരം. കാരണം ഇത് രാത്രിയാണ് പരിപാടി. അപ്പോൾ അപ്പോഴായിരിക്കും കസിൻസ് എത്തുക. അങ്ങനെ ഇപ്പം അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെയാണ്. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് കാണാം. പൂവൊക്കെ എല്ലാവരും തിരക്കിലാണ്. ഇവിടെ ഭയങ്കര പരിപാടിയിലാണ്. ഹായ്. അത് ഭയങ്കര കഷ്ടപ്പാടിലാണ്. വിൽപ്പനപ്പെടും. അമ്മ എന്താ ചെയ്യണേ? സാമ്പാർ ഇവിടെ ഒരാൾ കിടപ്പുണ്ട് ഗൈസ്. പ്രാർത്ഥിച്ചോണ്ട് കിടക്കണം. എന്താണ് കണ്ണേട്ടാ പറയാനുള്ളത്? നല്ലത് വരട്ടെ. പിന്നെ മാധവചേട്ടന് മാത്രം ഇഷ്ടമുള്ളൂ പറഞ്ഞത്. ചിരിക്കണണ്ട. മാധവേട്ടന് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞ. അതെ ഇഷ്ടമാണ്. അതൊരു കിടന്നോ കിടന്നോ കിടന്നോ. താക്കുടു വാങ്ങാൻ നോക്കുന്നു. പറയാനുള്ളത് കുറെ പേരുണ്ടായിരുന്നു. എന്താ ചെയ്യണേ? ഗുരുതിക്ക് വേണ്ടിയിട്ടല്ലേ? യെസ്, ഇവിടെ കുറച്ച് സെറ്റൊക്കെ വെച്ചിട്ടുണ്ട് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ അതിൽ എന്തെന്നാ എന്തിനാ തടത്തില് നമ്മൾ വാഴപ്പിണ്ടി അത് കാണിച്ചു തരാം. പിന്നെ അത് കുരുത്തോല അല്ലേ? പിന്നെ ദേ ഇവിടെ മാധവൻ കളിക്കുന്നു. അവിടെ എല്ലാവരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാക്കി എല്ലാവരും ചായ കുടിക്കുന്നു. മാധവൻ ഇവിടെ ഭയങ്കര കളിയാണ് ഗൈസ്. ഇത് ഫുൾ സ്വാഗതം ചെയ്തതാ. കൺഗ്രാറ്റുലേഷൻസ്. കുറേ നേരം
നേരത്തിന് ശേഷം ഇപ്പോഴാണ് മെഴുകുന്നിരിക്കുന്നത്. അയ്യോ എൻ്റെ ഒരു ചൂടല്ലേ, ഒട്ടും വെച്ചണില്ല. ഇന്നാണെങ്കിൽ നമ്മളെല്ലാവരും തിരക്കായിപ്പോയി, ഫുൾ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പോൾ എന്താ അവിടെ പരിപാടിയെന്ന് വെച്ചാൽ കുറച്ച് പേരൊക്കെ നമ്മുടെ അടുക്കളയിൽ പരിപാടി, കാരണം ഡിന്നർ പരിപാടികളൊക്കെ കുറച്ചൊക്കെ ഒന്ന് ചെയ്യുമായിരുന്നു. പിന്നെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു, അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. ചായയും പിന്നെ ചക്ക അടിയായിരുന്നു, അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അമ്പലത്തിൽ അവിടെ അതിൻ്റെ ഗുരുതി പ്രിപ്പറേഷൻസ് നടക്കുകയാണ്. പിന്നെ ബാക്കി എല്ലാവരും ഇവിടെ മാധവിൻ്റെ കൂടെ കളി ബഹളം ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണം. സോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടീസ്. ഇനിയിപ്പോൾ കുറച്ച് കസിൻസ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ലൈക്ക് കസിൻസ് എന്നല്ല, നമ്മൾ മെയിൻ ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇനി ബാക്കി എല്ലാവരും ഇപ്പോൾ എത്ര മണി, 5:30, കുറച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ വരുമായിരിക്കും. കാരണം ഗുരുതി തുടങ്ങാൻ രാത്രിയിലാണ്, അപ്പോൾ ഇപ്പോഴേ വന്നിട്ട് അവർക്ക് കാര്യം ഇല്ലല്ലോ. സോ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് വരത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതൊക്കെ കാണാം നമുക്ക്. ഇവിടെ പാത്രം കഴുകലാണ്. ഇവിടെയാണ് ഗുരുതി തടം, ഇവിടെ എല്ലാം സെറ്റ്. മഴയത്തൊന്ന് പണിയിരുന്നു. മഴയാണ്, ക്യാമറയിലൊക്കെ കൊള്ളാം. ഇവിടെ എന്താ പരിപാടി? ഇവിടെ എന്തായിരുന്നു പരിപാടി? മഴ തന്നെയാണ് ഗൈസ്. അതെ, റീല് വരും. ഓരോരോ പരിപാടികൾ എല്ലാരും നല്ലോണം നനഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് നനഞ്ഞു. ഞാൻ വിളിക്കാം. പല രീതിയിൽ കുത്തിയേക്കാണല്ലേ. നാലെണ്ണം തന്നെ കുത്തണം. സാധനം വളച്ചു കുത്തണം. എല്ലാം കൊണ്ട് നട്ടിട്ടുണ്ട്. ഇനി എവിടെ കുത്താനുള്ള കഴിഞ്ഞ കുത്തരി എവിടെ സഡു ഭയങ്കര പണിയിലാണല്ലോ. ചേച്ചി ഭയങ്കര പണി. ദേഷ്യം വിചാരിക്കാൻ അവിടെ കുത്താം. കഴിഞ്ഞു. അതെ ഓ ആയിക്കോട്ടെ. ഇന്നെങ്ങനെ തീർക്കോ? രണ്ടും കുത്തണമെന്നുണ്ടോ? ഞാൻ വേണമെങ്കിൽ കുറച്ച് നേരം ലൈറ്റ് പിടിക്കാം. ലൈറ്റ് പിടിക്കാനാണ് ഞാനും കണ്ടിട്ട് നിൽക്കുന്നത്. വേണ്ട, എപ്പ കഴിയൂ ഇത്? കുറെ നേരം ആയല്ലോ. എപ്പ കഴിയൂ ഇത്? ഇതാണ് ഫൈനൽ ദേവദൂസന്. ഇതടുത്തത് ചെയ്തുകൊണ്ടിരിക്കണം. പാപ്പി നോക്കടാ. അച്ഛന്റെ 2 വാക്ക്. അതെ, അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഗുരുതിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഗുരുതിയെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. അതാണ് പറയാനുള്ളത്.
മറ്റേ നീലക്കുയിലോ മറ്റേ ഓൺലൈൻ അതെ, പറ, പറ. Come on. പറയൂ. അതെ, പറയൂ. എത്ര ദിവസത്തെ പണിയാണെന്നറിയത് ഉരുക്കി കൊണ്ടുവരാന്ന് പറഞ്ഞത്. എക്സാക്ട്ലി. എന്നെ കൊതുകടിയുണ്ട് കേട്ടോ. വർഷത്തിലൊരിക്കലേ ഉള്ളൂ, പക്ഷേ വർഷത്തിലൊരിക്കലെങ്കിൽ ഈ സാധനം ഒക്കെ ഒരുക്കി കൊണ്ടുവരാന്ന് പറഞ്ഞത് പാടാണ്. ടാസ്ക്. ഭയങ്കര പണി. വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ചെയ്തു പോണ ഒരു അല്ലേ ഇനി എന്താ കുറവുണ്ടോ? പറഞ്ഞോ. അപ്പൊ 2 വാക്ക്. എനിക്ക് 2 വാക്കല്ല, എനിക്ക് 10 പറയാനുണ്ട്. ഇപ്പൊ വേണ്ട. അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നു തുടങ്ങി. നമ്മൾ ഗുരുജി തടം ശരിയാക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു. അപ്പോൾ ഏറെക്കുറെ ഈ സെറ്റായി. ഗുരുജി കുറച്ചുകൂടെ കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് അത് കാണാം. എനിക്കത് എല്ലാ കൊല്ലം നടത്തുന്ന സാധനമാണ് കുളിതി. നമ്മളിവിടെ ചാമ്പൂരി അമ്പലത്തിൽ നിന്ന് ഗുരുതി നടന്നു. ഗുരുതിയുടെ ചടങ്ങൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അമ്മ വായിച്ചിരും. എല്ലാം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം, എന്നാലും കേൾക്കും. നമ്മൾ തീയൊക്കെ ഇങ്ങനെ കത്തിക്കും. അതിപ്പോൾ കറണ്ടും കൂടി പോയത് കാരണം ഒട്ടും വെട്ടമൊന്നും ഉണ്ടാവില്ല. അതെ കഴിച്ച് കറണ്ട് ഇല്ല ഇവിടെ, മഴ പെയ്തതുകൊണ്ട്. സൂപ്പർ മഴ പെയ്തു, സൂപ്പർ. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം ഗൈസ്. അപ്പം അതാണ്. അപ്പം ഇങ്ങനെ പരിപാടിയൊക്കെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നു. ആൾക്കാരൊക്കെ വന്നു. രാധാംശിക്ക മധുക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. പറയാനുള്ളത് ഒന്നുമില്ലെന്നല്ല, എന്തേലും പറ. ഞാനിപ്പം ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുവാണ്. ഇന്നെന്താ ഇവിടെ? ഇവിടെ ഗുരുതി ആയോണ്ട് ഞങ്ങൾ ഇവിടെ നിന്നാണ് എല്ലാ ഭക്ഷണവും കഴിച്ചേ. ഇഡലി കഴിക്കാൻ പോവാ. ഇഡലി കഴിക്കാൻ പോവാ. ഗുരുതിയെ പറ്റി എന്താണ് പറയാനുള്ളത്? ഗുരുതിക്ക് അമ്പലത്തിലൊക്കെ ഇങ്ങനെ മാലയൊക്കെ തൂക്കി ഇട്ടു. ഞാനായിരുന്നു അപ്പൊ ഇട്ടേ. ഞാനായിരുന്നു ഇട്ടേ. എന്നിട്ട് ഞാനിപ്പോ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുക. ഇനി ഇഡലി കഴിച്ച് സ്ട്രോങ് ആയിട്ട് പൊക്കം വരെ പോയി. ഡിന്നർ പരിപാടിയാണ്. വീണ്ടും സാമ്പാർ. രാവിലെ സാമ്പാർ, രാത്രി സാമ്പാർ. ഹായ്, നമ്മൾ കടയിൽ പോവാണ്. ഞാൻ കടയിൽ പോകും. കാറ്റിന്റെ ഒച്ചാരണം വരെ കേൾക്കണ്ടാവില്ല. ഇരുട്ടത്താണ്. നമ്മുടെ കറണ്ട് ഫുള്ള് പോയി, ഇൻവെർട്ടറും ഫുള്ള് പോയി. അത് ചിലപ്പോൾ ലോഡ് താങ്ങാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഇൻവെർട്ടർ ഓഫായി പോയി. അങ്ങനെ മൊത്തത്തിൽ പോയി. ഇപ്പോൾ ദേ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചേക്കാണ്. എല്ലായിടത്തും മെഴുകുതിരി കത്തിച്ച് വെച്ചേക്കാണ്. അയ്യോ, എന്ത് കഷ്ടമല്ലേ. ആ മഴ പെയ്തതോടുകൂടി ഇപ്പോഴൊന്നും വരുന്നു തോന്നണം. ഈ ഇരുട്ടത്തുനിന്ന് എല്ലാവരും ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇരുട്ടും കൂടെ ആയതുകൊണ്ട് ഭയങ്കര റിസ്ക്കാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എല്ലാവരും ഓരോരോ പണിയിലാണ്. ഇതിലെ ഉത്സവത്തിൻ്റെ തെയ്യം. നമ്മൾ രാത്രിയിലത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും കറണ്ട് വന്നിട്ടില്ല. 9:30 കഴിഞ്ഞ്. എന്തുട്ട് KCB ആണാവോ. എല്ലായിടത്തും വെള്ളം ഉരുണ്ടൊക്കെ വീണിട്ടുണ്ടാവും. എന്നാലും അവർ ഇത്രയും നേരമൊക്കെ കളയണ മോശമല്ലേ അല്ലേ ചൂടത്ത്. കാരണം എല്ലാവരും ഇരുട്ടത്തിരിക്കുക. എല്ലാവരും ഒരു മെഴുകുതിരിയുടെ വെട്ടത്തിൽ. ഇപ്പം മൊബൈലിൻ്റെ ഫ്ലാഷും കൂടി ഉണ്ട്. എല്ലാം കഴിഞ്ഞു, മൊത്തം കഴിഞ്ഞ് ഒന്നുമില്ല. ഇപ്പം എല്ലാവരും ഇരുട്ടത്തിരിക്കുക. വല്ലാത്തൊരു 1.5 ഗുരുതിയായിപ്പോയി. ഇത്രയും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. അപ്പം അമ്മ ഇത് 12ാമത്തെ സാമ്പാർ ഉണ്ടാക്കി. അമ്മയ്ക്ക് സാമ്പാർ ഉണ്ടാക്കിയിട്ട് മതിയാവുന്നില്ല. സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഇപ്പോൾ വരെ അമ്മ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിങ്ങനെ നടക്കുന്നു. ഇതിപ്പോൾ ഇത് എപ്പോൾ തീരുമെന്ന് അറിയാൻ പാടില്ല. 9:30 ആയിട്ടും ഇത്രയൊക്കെ ആയിട്ടുള്ളൂ. അവിടെ നേദ്യമൊക്കെ ഉണ്ടാക്കുന്നേ ഉള്ളൂ അമ്പലത്തിൽ. 10 ആയില്ലേ. അപ്പം
അത്രേ ആയിട്ടുള്ളൂ. അപ്പം എങ്ങനെ പോയാലും 2 മണി 3 മണി 4 മണി പ്രതീക്ഷിച്ചാൽ മതി തീരുമ്പം. ലെമു ഞങ്ങൾക്കാണെങ്കിൽ വയ്യ, കാല് വേദന എടുക്കുന്നു. കുറച്ച് നേരത്തിന് ശേഷം അങ്ങനെ ഫൈനലി കറണ്ട് വന്നിരിക്കുകയാണ്. സോ അതിൻ്റെ ഒരു ഇത് എല്ലാവരും ഇങ്ങനെ പണിയുന്നത് നമ്മളിപ്പോൾ തൊഴാൻ വേണ്ടി അങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പോയി നോക്കാം ആയോന്ന്. ഗുരുതിയുടെ അല്ല, അല്ലാണ്ട് അമ്പലത്തിൽ തൊഴാൻ വിളിക്കേണ്ടത്. നമുക്ക് പോയി നോക്കാം. ലാസ്റ്റ് നമ്മൾ കഴിക്കുകയാണ്. കാഹളമോ കരിന്തേളുകൾ വള്ളികരാളികൾ കരിമൂടിയ വേടനിതോ കരചോര പരന്ന പെരുമ്പഴിനായാടിയ കാഹളമോ ചാമം
നാളെ രാവിലെ ഉണ്ടാവും. ഗൈസ്, അങ്ങനെ നമ്മുടെ ഗുരുതി ഒക്കെ കഴിഞ്ഞു. ഫുള്ളിപ്പോൾ എല്ലാവർക്കും പാക്ക് ചെയ്ത് കൊടുക്കലും എല്ലാവരും ഇപ്പോൾ പോയി. നമ്മളും നന്നായിട്ട് ഉറക്കക്ഷീണമുണ്ട്. ഞങ്ങളുടെയൊക്കെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഉറക്കക്ഷീണമുണ്ട്. ഇപ്പോൾ സമയം 2 മണിയായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഗുരുതി. ഇതെല്ലാ കൊല്ലം ഉള്ളതാണ്. നമുക്കിത് ഇത്രയും സമയമൊക്കെ എല്ലാ കൊല്ലം നിൽക്കുന്നത് നമുക്ക് ശീലമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഗുരുതി. സോ അങ്ങനെ കുറേ ഒരു 1.5 ഗുരുതി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളൊന്നും നടന്നു. കറണ്ട് പോയി, മഴ പെയ്തു, അങ്ങനത്തെ കുറേ കാരണം ഇന്നലെ വരെ നല്ല വെയിലായിട്ടിരുന്നു എന്നത് ഇന്ന് ഒടുക്കത്തെ മഴ, കറണ്ട് പോയി, എല്ലാം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. സോ അതൊക്കെ കുറച്ച് പ്രശ്നത്തിലായിരുന്നു. അതുകൊണ്ട് ഒരു 1.5 ഗുരുതി തന്നെയായിരുന്നു. എന്തായാലും എല്ലാ അടിപൊളിയായി എല്ലാവരും പോയി. അപ്പോൾ എല്ലാവരും ഉറങ്ങാൻ വേണ്ടി പോയേക്കുക. അപ്പോൾ ഗൈസ്, ഇതുപോലെ ഇനിയും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ ബൈ.